ഷാബാസ് ഡോക്ടറെ, എന്താണ് ഭയങ്കര ജിമ്മാണല്ലോ. ഈ പ്രോട്ടീൻ പൗഡർ എടുത്തു കഴിഞ്ഞാൽ നമ്മളെ കിഡ്നിയൊക്കെ പോകും, എന്താ സംഭവം? പ്രോട്ടീൻ പൗഡർ എടുക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. അതൊരു തെറ്റായ ഒരു ധാരണയാണ്, കുറെ കാലമായിട്ടുള്ളതാണ്. പക്ഷെ ഒരു കുഴപ്പമില്ല, നിങ്ങൾക്ക് ധൈര്യമായിട്ട് വർക്കൗട്ട് ചെയ്യുന്നവർക്കും എല്ലാത്തവർക്കും കൺസ്യൂം ചെയ്യാം. പ്രോട്ടീൻ പൗഡർ എടുക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും ടെസ്റ്റ് ചെയ്യണോ? നമ്മൾ എന്തെങ്കിലും ബ്ലഡ് ടെസ്റ്റ് ചെയ്യണോ? ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ്. നിങ്ങൾക്കൊരു ബേസ് ലൈന് യൂറിയ, ക്രിയാറ്റ്, പിന്നെ അതിന്റെ കൂടെ മൈക്രോ ആൽബുമിൻ മൈക്രോ ആൽബുമിനും കൂടെ ചെയ്യുകയാണെങ്കിൽ വെരി ഗുഡ്. യൂറിൻ മൈക്രോ ആൽബുമിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിൽ ഓൾറെഡി നിങ്ങൾക്ക് പ്രോട്ടീൻ പോകുന്നുണ്ടോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കിഡ്നിന്റെ സംബന്ധമായ അസുഖം ഉണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഓൾറെഡി കിഡ്നിക്ക് ഡാമേജ് ആയിട്ട് പ്രോട്ടീൻ പോകുന്ന ആൾക്കാർക്ക് ഈ പ്രോട്ടീൻ സപ്ലിമെന്റ് എടുക്കാൻ പറ്റും. അത്തരക്കാര് മാത്രമാണ് സൂക്ഷിക്കേണ്ടത്, കാരണം അവർ ഇത് അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ നോർമലി നമ്മൾ എത്രയാണ് ഒരാൾക്ക് പ്രോട്ടീൻ റിക്വയർമെന്റ് പെർ ഡേ ഉള്ളത്? അതായത് നമ്മൾ ഒരു ആക്ടിവിറ്റി ചെയ്യുന്നില്ലെങ്കിൽ പോലും നമുക്ക് മിനിമം ഒരു 70 കിലോ ഉള്ള ഒരാൾക്ക് ഒരു 60 മുതൽ 70 ഗ്രാം ഒരു ദിവസം പ്രോട്ടീൻ എങ്കിലും മിനിമം വേണം. അപ്പൊ ഏകദേശം ഒരു 0.8 to 1 gram per kg എന്നാണ് നിങ്ങൾ പറയുന്നത്. അത്ര പ്രോട്ടീൻ തന്നെ എടുക്കണം അല്ല എങ്ങനെ? അത്രയും ടോട്ടൽ പ്രോട്ടീൻ ഒരു ദിവസം ആവശ്യം റിക്വയർമെന്റ് ഉള്ളത്. അതിനകത്ത് നമ്മൾ പ്രോട്ടീൻ പൗഡറും നമ്മളെ ഫുഡും ഇപ്പൊ എഗ്, ചിക്കൻ അതെല്ലാം കൂടിയിട്ട് നമ്മൾ ടോട്ടലാണ് ഈ പറഞ്ഞ 70 ഗ്രാം. ടോട്ടലാണ് 70 ഗ്രാം. അപ്പൊ സാധാരണ നമ്മൾ ഒരു സ്കൂപ്പ് പ്രോട്ടീൻ ഇത് എടുക്കുന്നുണ്ടല്ലോ, അതിനകത്ത് എത്ര പ്രോട്ടീൻ ഉണ്ടാവും? അത് ഏകദേശം ഒരു 25 ഗ്രാമോളം പ്രോട്ടീൻ നമുക്ക് കിട്ടും ഒരു സ്കൂപ്പിൽ. ഒരു സ്കൂപ്പിൽ തന്നെ 25 ഗ്രാം. അപ്പൊ കുറെ ആൾക്കാർ 2 സ്കൂപ്പ് 3 സ്കൂപ്പ് അങ്ങനെയൊക്കെ പ്രോട്ടീൻ എടുക്കുന്നുണ്ടല്ലോ. അതായത് നമുക്ക് ആവശ്യത്തിലധികം പ്രോട്ടീൻ നമുക്ക് വേണ്ട. അതായത് നമ്മുടെ ഈ ഒരാളുടെ അളവ് ഞാൻ പറഞ്ഞല്ലോ, ഒരാൾക്ക് എത്രയാണ് വേണ്ടത് ആ ലെവലിൽ മാത്രം പ്രോട്ടീൻ എടുത്താൽ മതി. അപ്പൊ പ്രോട്ടീൻ പൗഡർ എടുക്കുമ്പോൾ നമ്മൾ നല്ലൊരു ബ്രാൻഡ്സ് ഒക്കെ നോക്കിയിട്ട് എടുക്കുന്നതായിരിക്കുമല്ലോ നല്ലത്. നല്ല ബ്രാൻഡ് നോക്കിയിട്ട് എടുക്കുന്നതാണ് നല്ലത്. എസ്പെഷ്യലി ഇന്ത്യയിൽ ഒരുപാട് ചാത്തൻ പ്രൊഡക്ട്സ് ഇറങ്ങുന്നുണ്ട്, ഒരുപാട് അഡൻട്രൻസ് ഉണ്ട്, മാത്രമല്ല ഹെവി മെറ്റൽസിന്റെ കണ്ടന്റ്സ് ഒക്കെ ഒരുപാട് സപ്ലിമെന്റ്സിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിനെ പറ്റിയുള്ള ഒരു വീഡിയോ നമ്മൾ നെക്സ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ അതിൻ്റെ ഉള്ളിൽ ഷാബാസ് ഡോക്ടർ നമ്മളെ തടി കൂടി കുറച്ച് തരുന്നേ? ഉറപ്പായിട്ടല്ലേ? ഓക്കെ, 2 മാസത്തിൽ കുറക്കാലേ. See you in the next video. ഓക്കെ, ഷുവർ.